ഹായ് ഒരുവൻ. ഇടയ്ക്കിടയ്ക്ക് നടുവിനും ഇടുപ്പിനും ഉണ്ടാവുന്ന വേദന നടുവിന് ചുറ്റുള്ള മസിൽസിനും ലിഗമെന്റ്സിനും ഉണ്ടാവുന്ന സ്ട്രെയിൻ കൊണ്ടാണ്. നമ്മൾ ഒരുപാട് നേരം ഒരിടത്ത് ഇരിക്കുന്നത് കൊണ്ടോ അല്ല ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടോ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുന്നത് കൊണ്ടോ അതുപോലെ ഒരേ പൊസിഷനിൽ ഒരുപാട് നേരം കിടന്ന് ഉറങ്ങുന്നത് കൊണ്ടോ അതുപോലെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് AC-യിലേക്കോ ഫാനിലേക്കോ എക്സ്പോസ് ചെയ്ത് കിടന്ന് ഉറങ്ങുന്നതുകൊണ്ടോ തലേണ കുറച്ച് പൊക്കത്തിൽ വെച്ച് കിടന്ന് ഉറങ്ങുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അമിത വണ്ണമുള്ളവരിലോ അമിതമായിട്ട് കുടവയറുള്ളവരിലെല്ലാം തന്നെ ഇത്തരം മസിൽ സ്ട്രെയിൻ കൊണ്ട് തന്നെ നടുവേദന ഉണ്ടാവുന്നു. ഇനി മറ്റു ചില കാരണങ്ങൾ എന്ന് വെച്ചാൽ ഗർഭാവസ്ഥയിൽ കണ്ടുവരുന്നുണ്ട്, ഫൈബ്രോമയാളജി പോലുള്ള കണ്ടീഷനിൽ കണ്ടുവരുന്നുണ്ട്. അതുപോലെ ഡിസ്കിന് എന്തെങ്കിലും തേയ്മാനോ ഡിസ്കിന് ബൾജ് ഉണ്ടാകുമ്പോഴത്തേന് നടുവിന് ചുറ്റും വേദന വരുന്നു. ആ വേദന കാലിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. നമുക്ക് മസിൽ സ്ട്രെയിൻ കൊണ്ട് ഉണ്ടാവുന്ന നടുവേദന എങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം. മസിൽ സ്ട്രെയിൻ കൊണ്ട് ഉണ്ടാകുന്ന നടുവേദന ഉണ്ടാകുന്ന നീർക്കെട്ടിന് പ്രോപ്പർ ആയിട്ടുള്ള ചികിത്സയ്ക്കൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നോക്കാം. നമ്മൾ മാക്സിമം കമിഴ്ന്ന് കിടന്നുറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കാം. പിന്നീട് നമ്മൾ നിവർന്ന് കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തലേണ അധികം പൊക്കമുള്ളതായിരിക്കരുത്. എപ്പോഴും ഒരു സ്ട്രെയിറ്റ് പൊസിഷൻ കീപ്പ് ചെയ്യുക. അതുപോലെ കാലുകൾ കുറച്ച് ഒരു തലേണം മറ്റും വെച്ചിട്ട് കുറച്ച് പൊക്കത്തിൽ വെച്ച് കിടന്നുറങ്ങുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട വ്യായാമങ്ങൾ എന്തെല്ലാം നോക്കാം. ആദ്യം നമ്മൾ നിവർന്ന് കിടക്കുക. പിന്നീട് ഒരു മുട്ട് മടക്കി അത് നമ്മുടെ ചെസ്റ്റ് പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് ഒരു 5 സെക്കൻഡ് കീപ്പ് ചെയ്യുക. പിന്നീട് അത് റിലാക്സ് ചെയ്യുക. പിന്നീട് നമ്മുടെ രണ്ടാമത്തെ മുട്ട് അതുപോലെ തന്നെ മടക്കി നമ്മുടെ ചെസ്റ്റ് പൊസിഷനിൽ ഒരു 5 സെക്കൻഡ് കീപ്പ് ചെയ്തിട്ട് നമ്മൾ റിലാക്സ് ചെയ്യുക. ഇത് നമ്മൾ യോഗയിൽ പവനമുക്താസനം എന്നാണ് പറയുന്നത്. ഇതൊരു 5 മുതൽ 15 തവണ നമ്മൾ ഒരു ദിവസം ചെയ്യുന്നത് പെൽവിക് മസിൽസിനുണ്ടാവുന്ന ഈ പറഞ്ഞ സ്ട്രെയിനും അതുപോലെ വേദനയും കുറയ്ക്കാൻ സഹായിക്കുന്നു. പിന്നീട് പറയുകയാണെങ്കിൽ നമ്മൾ നിവർന്ന് കിടന്നിട്ട് നമ്മൾ കാൽമുട്ടുകൾ മാത്രം മടക്കിയിട്ട് ശരീരം അനക്കാതെ ഒരു ഭാഗത്തേക്ക് ആദ്യം ചരിക്കുക. അങ്ങനെ നമ്മൾ ഒരു 5 സെക്കൻഡ് കീപ്പ് ചെയ്യുക. പിന്നീട് റിലാക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കാൽമുട്ടുകൾ മടക്കി ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ഒരു 5 സെക്കൻഡ് ചരിച്ച് കീപ്പ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മസിൽസിനുണ്ടാവുന്ന ടെൻഷനും അതുപോലെ വേദനയും കുറയ്ക്കാൻ സഹായിക്കുന്നു. പിന്നീട് പറയുകയാണെങ്കിൽ നമ്മൾ നിവർന്ന് കിടന്നിട്ട് നമ്മുടെ കാൽമുട്ടുകൾ മടക്കിയതിന് ശേഷം അരക്കെട്ട് ഒരു 5 സെക്കൻഡ് ഒന്ന് പൊക്കുക. ഗ്രാജുവലി മാത്രം പൊക്കുക. ഇത് ചെയ്യുന്നതും നമ്മുടെ അബ്ഡോമിനൽ മസിൽസിനും പെൽവിക് മസിൽസിനും ഉണ്ടാകുന്ന ടെൻഷനും വേദനയും കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇത്തരം എക്സസൈസ് കൂടാതെ തന്നെ നമ്മുടെ യോഗയിലുള്ള മാർജാരാസനം, നൗകാസനം, ഭുജംഗാസനം പോലെയുള്ള യോഗാസനങ്ങളും നമ്മൾ എല്ലാ ദിവസവും ഒരു 5 തവണ അല്ലെങ്കിൽ 5 മുതൽ 10 തവണ നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടും ഇത്തരം വേദനകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. സോ ഇത് ഇൻഫർമേഷൻ എല്ലാവർക്കായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.